ലിസ്റ്റിന്റെ സിനിമാ ജീവിതത്തിന്റെ തുടക്കം മുതൽ ഞാനുണ്ട്, ഒരു അഭിനേതാവ് എന്നുള്ള നിലയിൽ. ഇപ്പോൾ ഇതിൽ ഒരു ആക്ടർ എന്നുള്ള രീതിയിലും ഒരു കോ പ്രൊഡ്യൂസർ എന്നുള്ള രീതിയിലും ലിസ്റ്റിനും മാജിക് ഫ്രെയിംസുമായിട്ട് ഉദയ പിക്ചേഴ്സ് ജോയിൻ ചെയ്യുന്ന ആദ്യത്തെ സിനിമയാണ്. ഈ പ്രൊഡക്ഷൻ്റെ ഭാഗമ്പോൾ അഭിനയിക്കുമ്പോൾ ഇപ്പോൾ ലിസ്റ്റിൻ്റെ ടീമുകൾ തന്നെയാണ് അവിടെ എല്ലാവരും ഉള്ളതെന്ന്. പക്ഷേ എങ്കിലും എന്തെങ്കിലും ഒരു കാര്യങ്ങളിലേക്ക് ഇടപെടേണ്ടതായിട്ട് വന്നിട്ടുണ്ടോ പ്രൊഡക്ഷൻ്റെ കാര്യങ്ങൾ? ഇല്ല, കാരണം അങ്ങനത്തെ ഒരു ഇടപെടൽ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ആൾക്കാരുടെ കൂടെ കോ പ്രൊഡക്ഷനിൽ ഞാൻ ചേരുന്നത്. ഇപ്പം എന്നാത്ത കേസ് കൂടെ ആണെങ്കിൽ സന്തോഷ് ചേട്ടനുണ്ടായിരുന്നു, അറിയിപ്പിലാണെങ്കിൽ ഷെബിൻ ബക്കറും മഹേഷ്, ബൊഗൻവില്ലയിൽ അമലും അമലിൻ്റെ പ്രൊഡക്ഷൻ ടീമും ഉണ്ടായിരുന്നു. ദുരൂഹത്തിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും ലിസ്റ്റിൻ്റെ ഒരു മാജിക് ഫ്രെയിംസും ടീമും ആ കൂട്ടത്തിലുണ്ടായിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു ലിസ്റ്റിൻ പൂജ സമയത്ത് മാത്രമേ വന്നിട്ടുള്ളൂ, അല്ലാതെ ലൊക്കേഷനിലേക്ക് വന്നിട്ടേ ഇല്ല. പക്ഷേ എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് കറക്റ്റായിട്ട് പോകുന്നുണ്ടായിരുന്നു. എൻ്റെ EP അഖിൽ ആണ് ആ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരുന്നത്. സോ ആ ഒരു സിസ്റ്റം എന്തായാലും കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് അല്ല, അവിടെ വെച്ച് ഇങ്ങനെ ആ ഇടപെടലുണ്ടായിരുന്നെങ്കിൽ ഞാൻ അറിഞ്ഞല്ലോ. അതിൽ അങ്ങനെയൊന്നും ഇല്ലല്ലോ. നമ്മള് ക്ലിയർ ചെയ്തുകൊണ്ടേ പ്രൊഡ്യൂസർമാർ ആരും ലൊക്കേഷനിലില്ല. ഞാൻ പ്രൊഡ്യൂസർ എന്ന രീതിയിലല്ല ഉള്ളത്, ലിസ്റ്റിലാണെങ്കിൽ അവിടെ ഇല്ലതാനും. ഞാൻ ഓർത്തോണ്ടിരുന്ന അഖില് ഇതിനകത്ത് ഒത്തിരി കാശ് മുടക്കാണെന്ന് ഞാൻ ഓർത്തോണ്ടിരുന്ന അഖില് ചുമ്മാ നടന്നാണ് തമാശല്ല. ഞാൻ അഖില് ലക്ഷ്മി സാറിന്റെ കൂടെയുള്ള കോ പ്രൊഡ്യൂസർ എന്നൊക്കെ ഞാൻ അവിടെ അറിഞ്ഞേ ഇങ്ങനെ കാര്യം ഞാൻ അറിയില്ല. അതായത് ക്ലിയർ ചെയ്ത് വിട്ടാട്ടോ. അല്ലെങ്കിൽ അതായത് എന്ന് പറയും ആരെങ്കിലും വിളിച്ച് സംസാരിക്കുമ്പോൾ എൻ്റെ കൂടെയുള്ള കണ്ടവരുണ്ട്, അവരെങ്കിലും പറയൂല. അതെങ്ങനെ അവന്മാരും പറഞ്ഞില്ല, അവന്മാരും എന്നാ പൊട്ടന്മാരാണ്. കൂടെ ഉണ്ടായിരുന്നത് ഒരു തടിയനും ഒരു പൊക്കമുള്ളവരും. 3 പേരുണ്ടായിരുന്നു. അല്ല, അത് ഞാനത് അങ്ങനെ സ്ഥിരീകരിക്കല്ലേ, ഞാനത് ശ്രദ്ധിച്ചിട്ടില്ല. അതാ ഇപ്പൊ കണ്ടില്ല ചൂണ്ടിക്കാണിച്ചാൽ ഇത് എഴുതി വെച്ചേക്കണ കാണാൻ പാടുള്ളത്. ഈ പോസ്റ്റർ വായിക്കണില്ല. ഞാനത് അങ്ങനെ ശ്രദ്ധിച്ചില്ല, ക്ഷമിക്കല്ലോ. ഞാൻ അങ്ങനെ എനിക്കിത് പറഞ്ഞുകൊണ്ട് വല്ലതും കിട്ടുമോ? ഇങ്ങനെ പ്രൊഡ്യൂസർ ഞാൻ ക്ഷമിച്ചല്ലോ, നിങ്ങൾക്ക് ക്ഷമിച്ചുകൂടെ? എനിക്കൊരു പറയുമ്പോൾ ഒരു അഭിമാനം പറയാൻ പാടില്ല. അതായത് സ്റ്റീഫൻ്റെയും കുഞ്ചാക്കോടെ കമ്പനിയിലെ പടമാണ് എന്ന് പറയണേ എനിക്കൊരു പറ്റില്ലേ. ഞാൻ ഈ മാജിക് ഫ്രെയിം മാത്രമേ ഉള്ളൂ. ഈ സെക്കൻഡ് തൊട്ട് ഇനി അങ്ങനെ പറയാവുള്ളൂ. അല്ല, അതൊരു എല്ലാ പടത്തിലും ഇനി പുള്ളിയുള്ളൂ. ഇപ്പൊ ഈ പടത്തിന്റെ ഈ പടം ഇനിയേ പോവുള്ളൂ. ഇനി ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരെ തല്ലിക്കൊണ്ടില്ലേ. ഇപ്പോഴും അറിയാൻ പാടില്ലെന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഇനി അറിയാൻ പാടില്ലെന്ന് പറഞ്ഞാൽ ചൂണ്ടി വരെ കാണിച്ചു തന്നല്ല. അയച്ചില്ല, ഇംഗ്ലീഷാ. അതുള്ള പ്രശ്നമുള്ളൂ, അതിനകത്തൊരു കാര്യമില്ല. അതുപോലെ ഒരു ഡയറക്ടർ എന്ന നിലയിൽ ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ചൊരു കാര്യമാണ്, ഈ അഭിനയിക്കാൻ വരുമ്പോൾ രാവിലെ ഡയറക്ഷൻ ആകുമ്പോൾ രാവിലെ കുളിക്കാൻ പോകുന്ന ഫോണ് ഇവരിറങ്ങിയോ ക്യാമറ എത്തിയോ ലേറ്റോ ഒക്കെ ആണെന്ന് വിളിച്ചോ. പക്ഷേ അഭിനയിക്കാൻ പോകുമ്പോൾ ഒന്നും അറിയണം, നമ്മൾ കറക്റ്റ് സമയത്ത് പോകുന്നു, നമ്മൾ അഭിനയിച്ചിട്ട് വരുന്നു. അതും രണ്ട് രീതിയാണ്. ഇപ്പം ജോണിച്ചേട്ടൻ്റെ അടുത്ത് നമ്മൾ പല പ്രാവശ്യം ജോണിച്ചേട്ടൻ എങ്ങനെയാണ് അഭിനയ ഡയറക്ഷൻ ചെയ്യുന്നത്, ജോണിച്ചേട്ടൻ പറയും ഇത്രയും സുഖമുള്ള പരിപാടി വേറൊന്നുമില്ല, കാശ് എല്ലാം ഒക്കെയാണ്. ആരും വഴക്കുണ്ടാക്കേണ്ട, തെറിയാക്കേണ്ട, നമ്മൾ ചെയ്യുക, നമ്മൾ പോവുക, ഭക്ഷണം കഴിക്കുക, കിടക്കുക, രാവിലെ വണ്ടൂർ കയറിപ്പോൾ ഇതിന് കൂടുതൽ വേറെ സുഖമില്ല എന്ന് പറയണം. അത് ഞങ്ങൾ മാറ്റി കൊടുത്തിട്ടുണ്ട്. അത് വ്യക്തമായിട്ട് അതിലേക്കാ വന്നത്. ഞാൻ അതിലേക്കാ വന്നത്. അവിടെ ഒരു മിനിറ്റ് ഒരു മണിക്കൂറൊക്കെ മാറും. അവിടെ ഒറ്റക്കാണ്, വേറെ ആരും ഇല്ല കൂട്ടും. ആ സുഖം കിട്ടിയില്ല അല്ലേ? ഫോണുകൾ വരുന്നു പോകുന്നു, ടേക്ക് പോകുന്നു, 28 ആകുന്നു, 32 ആകുന്നു. ഞാന സമയത്ത് ഞാൻ സംവിധായകന്റെ കസേരയിൽ ഇരുന്ന് ചെയ്ത പാപങ്ങളുടെ ശരിക്കും അത് ഇവര് തീർച്ചയാണ് അല്ലേ? ഈ ഇരിക്കുന്ന റിലാക്സ് ആക്ഷൻ പറയുന്നോട്ടൊക്കെ പരിപാടി മാറാണ്. രാവിലെ ഈ സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ ചിതുവിനെ ഏറ്റവും കൂടുതൽ വിളിച്ചിട്ട് സന്തോഷം പങ്കിടാൻ പോകുന്നവര് മഞ്ഞുമൽ ബോയ്സിൽ അഭിനയിച്ച ആൾക്കാരായിരിക്കും. ഫൈറ്റിന്റെ ഇടയ്ക്കൊക്കെ അവരെ വിളിക്കും, അതൊക്കെ നീ ചെയ്തതിന് അനുഭവിക്കണം. പക്ഷെ അത് അല്ല, ഞാൻ അതിലേക്ക് വന്നപ്പോ ചാക്കോച്ചൻ അതിൽ കയറി പിടിച്ചു എന്നുള്ളതാണ്. ആ സുഖം ഇവിടെ കിട്ടിയിട്ടില്ല. അത് ഒരിക്കലും എളുപ്പം. ആസ് എ ഡയറക്ടർ ഞാൻ ആദ്യമായിട്ട് സെറ്റ് ഇപ്പം ഫ്രീ ടൈം കിട്ടിയത് അത് ആക്ടിങ് ഭയങ്കര ഇന്റൻസ് ജോബാണ്. അത് നിങ്ങളെ ഭയങ്കരമായിട്ട് വൈകുന്നേരം ക്ഷീണിച്ച് തന്നെയാണ് ഒരു ഡയറക്ഷൻ ചെയ്യുന്ന അത്രയും ക്ഷീണത്തിലാണ് വീട്ടിലെത്തുക. കാരണം നമ്മൾ അഭിനയിച്ചുകൊണ്ടെന്ന് പറയുമ്പോൾ അഭിനയിക്കുമ്പോൾ അത്രയും മെന്റലിയും ഫിസിക്കലിയും നമ്മൾ ആ സ്പേസിലേക്ക് പോയി നമ്മളത് എംപതൈസ് നമ്മൾ ആ ഒരു ദുഃഖത്തിലൂടെയോ അല്ലെങ്കിൽ ആ ഒരു ഗ്രീഫിലൂടെ കടന്നു പോയിട്ട് വേണം അത് അഭിനയിക്കാനോ, അല്ലെങ്കിൽ ഒരു ഹൈറ്റൻഡ് ദേഷ്യം. അപ്പം നമ്മൾ അത്രയും ബോഡിയും മെന്റലി അതിന് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം ഭയങ്കര ഇന്റൻസ് പണി തന്നെയാണ്. ഇടയ്ക്ക് കുറച്ച് ഫ്രീ ടൈം ഡയറക്ടർ രതീഷാണേ.
ഇവിടുന്ന് എന്താ മൈക്കിക്കട പിന്നെ നമുക്കൊന്നും അറിയാൻ പറ്റില്ല. ആ ഒരു ദിവസങ്ങളൊന്നും ഓർത്തു നോക്കിങ്ങനെ ഒത്തിരി കഥകളുണ്ടാവും പറയാൻ. അങ്ങനെയൊന്നുമില്ല. എനിക്ക് ഭയങ്കര നോർമലായിട്ട് ഭയങ്കര അല്ലെ ഭയങ്കര രതീഷ് ഒരു ആക്ടേഴ്സ് ഡയറക്ടറാണ്. അതെ, ഒരു ആക്ടർ ആവാൻ അല്ലെങ്കിൽ ആക്ടർ ആകുന്നത് വരെ നമ്മളെ കൊണ്ട് ആക്ട് ചെയ്യും. അതില് നമുക്ക് തന്നെ മടുപ്പ് പോകുന്നുവെങ്കിലും പുള്ളി അത് കിട്ടാൻ വേണ്ടി അത് എത്ര ഈ പറഞ്ഞ പോലെ ക്ലാബ് ബോർഡുകൾ ഇങ്ങനെ പോകുന്നത് പറയുന്നത് തന്നെ അതൊരു ഉദാഹരണമാണ്. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുവാണല്ലോ. അത് കിട്ടണ അത് ശരിയാണ്. രതീഷിന്റെ ഒരു കഴിവ് അതാണ്. പുള്ളിക്ക് ഉദ്ദേശിച്ചത് കിട്ടിയേ പറ്റുള്ളൂ. അത് എത്ര ദിവസമായാലും വേണ്ടില്ല, അത് കിട്ടണ വരെ പുള്ളി ഷൂട്ട് ചെയ്യും. ആ ഷൂട്ടിംഗ് ആണ് ചിലപ്പോൾ ഇതിന്റെ ദിവസം വരെ കൂടിപ്പോയേക്കണം. ശരിക്കും എന്നാത്താൻ കേസ് കൊടുക്കുന്ന സിനിമ നോക്കുകയാണെങ്കിൽ അതിൽ ഞാനും ഗായത്രിയും അല്ലാതെ വേറെ കുറച്ച് പേരേ ഉള്ളൂ പ്രോമിനൻ്റ് ആയിട്ടുള്ള ആൾക്കാർ. പക്ഷെ ബാക്കിയെല്ലാം പുതിയ ആൾക്കാരാണ്. പക്ഷെ അവരെ ആരും പുതിയ ആൾക്കാരാണ് എന്ന് തോന്നാത്ത രീതിയിലാണ് അവരെ അവതരിപ്പിച്ചത്. അതിനുള്ളൊരു ഡെഡിക്കേഷനും കമ്മിറ്റ്മെൻറ്റും അതിൻ്റെ ഒരു ക്ഷമയും ഒരു ഫോക്കസും അത് രതീഷിന് എടുത്ത് പറയേണ്ടത് തന്നെയാണ്. അത് ഒരു കോടതിയിലെ ഒരു സീക്വൻസ് എന്ന് പറയുന്നത് ലെങ്തി സീക്വൻസ് ആണ്. അതെ അതെ, അത് മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് പോയി, വക്കീലിൻ്റെ അടുത്ത് പോയി, ഞങ്ങളുടെ അടുത്ത് വന്ന് അങ്ങനെ ഇങ്ങനെ പോയിട്ട് ഒരു സിംഗിൾ ഷോട്ടാണ്, ഇറ്റ്സ് ലെങ്തി ഷോട്ടാണ്. പക്ഷെ ആ ഒരു ഷോട്ടിന് വേണ്ടി തന്നെ ഒരു ഫുൾ ഡേ നമ്മൾ അതിന് വേണ്ടി മാറ്റി വെച്ചു. അവർ ഓരോ പ്രാവശ്യം തെറ്റിക്കുമ്പോഴും അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂസ് മാറുമ്പോഴും അത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം, അത് കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ പോകാതെ ക്ഷമിച്ച് ഇവരെ കൊണ്ട് വീണ്ടും കറക്റ്റ് ചെയ്യിച്ച് അങ്ങനെ അത് അങ്ങനത്തെ ഒരു പെർസിസ്റ്റൻസും പെർസിവിയറൻസും പുള്ളിക്ക്. അല്ല, അത് സിനിമയിലുണ്ടാവും. അതുകൊണ്ടാണ് സിനിമയിൽ കിട്ടുവാണല്ലോ നമുക്ക്. ഇപ്പം മഞ്ഞുമൽ ബോയ്സിൻ്റെ ഉദാഹരണം എന്ന് വെച്ചാൽ അതൊരു ഡയറക്റ്റിൻ്റെ ഒരു കഴിവുകൊണ്ടാണ് സിനിമ നമുക്ക് എത്രമാത്രം ഇഷ്ടപ്പെടുത്തിയെങ്കിൽ എത്രമാത്രം ദിവസങ്ങൾ കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് എനിക്കറിയാം. മഴയായിട്ടാണെങ്കിലും മാറ്റിവെച്ചതാണെങ്കിലും ഒരേ ദിവസം ഷൂട്ടിന് എത്ര ദിവസം കഷ്ടപ്പെട്ടാണ്. അതിൻ്റെ ഒരു ഫലം നമുക്ക് ആ സിനിമയിൽ കിട്ടില്ലേ? അല്ല, അത് അലി എന്താ സംഭവിച്ചാൽ നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ഭയങ്കര കഷ്ടപ്പെട്ടാണ് നമ്മൾ സിനിമ എടുത്തിരിക്കുന്നത്. അത് ഒരു സിനിമ വിജയിപ്പിക്കാനോ അല്ലെങ്കിൽ ആൾക്കാരെ സ്വീകരിക്കാനോ ഉള്ളൊരു ഫാക്ടറേ അല്ല. ആൾക്കാർക്ക് അത് അറിയേണ്ട ആവശ്യമില്ല. ആൾക്കാരും കഷ്ടപ്പെട്ട് തന്നെയാണ് വരുന്നത്. അവർ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന കാശ് മുടക്കിയിട്ട് തന്നെയാണ് സിനിമ കാണാൻ വരുന്നത്. അവരുടെ സമയം മാറ്റി വെച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ അതിൽ നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പടമാണെന്ന് പറയുന്നതിൽ യാതൊരു ലോജിക്കും ഇല്ല. അത് അവർ എൻ്റർടൈൻ ചെയ്യിക്കുന്നുണ്ടോ എന്നുള്ളത് മാത്രമാണ് ഏറ്റവും ഒരു അത്യന്തമായ ഘടകം എന്ന് പറയുന്നത്. അപ്പോൾ ആ രീതിയിൽ ഏത് രീതിയിൽ എൻ്റർടൈൻ ചെയ്യിക്കാനായിട്ട് സാധിക്കുന്നു എന്നുള്ളത് മാത്രമേ നോക്കിയിട്ടുള്ളൂ. ഇതിൻ്റെ പുറകിലുള്ള കഷ്ടപ്പാടുകൾ എന്ന് പറയുന്നത് ഞങ്ങൾ എൻജോയ് ചെയ്തിട്ടുള്ള കഷ്ടപ്പാടുകളാണ്. ഒരു കഥാപാത്രമാകാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു സീൻ നന്നാവാൻ വേണ്ടി. അത് നന്നായിട്ട് വരുന്നത് ആൾക്കാർ തിയേറ്ററിൽ വന്നത് അക്സെപ്റ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സ്വീകരിക്കുമ്പോഴാണ്. അപ്പോൾ ഈ പറയുന്ന കഷ്ടപ്പാടുകളൊക്കെ സന്തോഷങ്ങളായിട്ട് മാറും. അല്ലാതെ അതിനു മുമ്പ് നമ്മൾ കഷ്ടപ്പെട്ട് ചെയ്തെന്ന് പറയുന്നതിൽ യാതൊരു ബേസും ഇല്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ശരിയാണ്. ഒരു വർഷമായി ഇപ്പോൾ ഒരു പടം ഇറങ്ങിയിട്ട്. ഓഫീസറും ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഒരു വർഷമായി ചാക്കോച്ചനെ റീൽസിൽ മാത്രമേ കാണാനുള്ളായിരുന്നു. യാത്രകളിലും റീൽസിലും പിഷാരടിയും മഞ്ജുവാരും ഫ്രീയൊക്കെ ആയിട്ടുള്ള റീൽസും മാത്രം. എങ്കിലും ആളുകളുടെ കയ്യിലുണ്ട്, മൊബൈലിലുണ്ട്. റീൽസിൻ്റെ ഒരാളായി മാറി. ആ ഒരു കാലഘട്ടത്തിലൂടെ ഒരു വർഷം പോയത്. എന്താണ് അത്രയും ഗ്യാപ്പ് എടുക്കാൻ കാരണം? ഇത് പഠനമാണോ പഠനമാണോ അതിനെക്കുറിച്ച് അതായിരിക്കും ഉദ്ദേശിക്കുന്നത്. ഇല്ല, അത് ശരിക്കും പേട്രിയറ്റ് എന്നുള്ള സിനിമയ്ക്ക് വേണ്ടിയിട്ട് മാറ്റിവെച്ച ദിവസങ്ങളാണ്. നമുക്കറിയാം അതിൻ്റെ വിഷയങ്ങൾ എന്തായിരുന്നു എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് മമ്മൂക്ക തിരിച്ചു വരാനായിട്ടുള്ളൊരു സാവകാശവും അപ്പം എൻ്റെ അപ്പിയറൻസ് അതിനുവേണ്ടി മാറ്റിവെക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് അത്രയും ഒരു ഗ്യാപ്പ് വന്നതും. അതാണ് ബേസിക്കലി ഇത്രയും വലിയൊരു ഇടവേള വരാനുള്ള കാരണം. പിന്നെ അടുത്തൊരു ഷൂട്ട് തുടങ്ങുമ്പോൾ വേറൊരു അപ്പിയറൻസിൽ വരണമെന്നുള്ള നിർബന്ധമുള്ളതായിരുന്നുകൊണ്ടും ഇപ്പോൾ തുടങ്ങിയത് കിരൺ ദാസ് ഡയറക്ടറിൻ്റെ ഷാഹി കപൂറിൻ്റെ സ്ക്രിപ്റ്റിൽ വരുന്നൊരു സിനിമയാണ്. അതിലാണ് ഇപ്പോൾ അഭിനയിച്ച് കഴിഞ്ഞത്, ജസ്റ്റ് കഴിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു ഗ്യാപ്പ് വന്നത് അങ്ങനത്തെ ഒരു ഗ്യാപ്പാണോ? അതല്ല മനഃപൂർവ്വം എടുത്തൊരു ഗ്യാപ്പല്ല.